ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലർ പറയും വലിയ ധനികനാണ്, അല്ലെങ്കിൽ യൂസുഫലിയാണ്, അല്ലെങ്കിൽ അംബാനിയാണ് എന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും ഭൂമിയിലെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ആളാണ് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാൻ. അപ്പൊ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരും ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പം ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഷോപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആൾക്കാർക്കാണ് കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു രാജാവ് ഒരു പാറക്കല്ലിന്റെ അടിയിൽ കുറച്ച് സ്വർണ്ണം എടുത്ത് വെച്ച്, അപ്പൊ എല്ലാരും റോഡിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും രാജാവിനെ കുറ്റം പറയും. ഇയാൾ എന്താ ഈ പാറക്കല്ല് ഈ നടു റോഡിൽ കൊണ്ടു വെച്ചിരിക്കണേ, ഈ രാജാവ് ഈ രാജ്യത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു ഭിക്ഷക്കാരനെ പോകുന്ന നേരത്ത് അയാൾ കുന്തേറ്റ് അതെന്ത് ഉരുട്ടിയിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിട്ട്, അപ്പൊ മാറ്റിയിട്ട സമയത്ത് രാജാവ് അതിന്റെ അടിയിൽ സ്വർണത്തിന്റെ ഒരു കീ വെച്ചു. അങ്ങനെ ഇതേ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇതിന്റെ അടിയിൽ നിന്ന് സ്വർണത്തിന്റെ കീ കിട്ടിക്കണം, എനിക്കിത് വേണ്ട. അപ്പൊ രാജാവ് പറഞ്ഞ അദ്ദേഹത്തോട്, ഇത് നിങ്ങൾക്ക് വെച്ചാണ്, നിങ്ങൾ ചെയ്തതിനുള്ള റിവാർഡാണിത്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നവർക്ക് എന്നും റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എല്ലാ മീറ്റിങ്ങിനും പറയാറുണ്ട്, എന്റെ സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വലിയ കോടീശ്വരനാവണമെന്നോ അല്ലെങ്കിൽ റോൾസ് റോയ്സിൽ പോകണമെന്നൊന്നും അല്ല. നിങ്ങൾ എല്ലാവരും ഓരോ ദിവസം 2000 രൂപയെങ്കിലും മിനിമം ശമ്പളം വാങ്ങണം. അത് വാങ്ങാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടേണ്ടത് ഞാനോ ഉപ്പോ ഫവാസോ നമ്മുടെ മോട്ടിവേഷൻ എടുത്ത സാറോ അല്ല. അത് നിങ്ങൾ സ്വന്തം എഫേർട്ട് ഇടണം. നിങ്ങൾ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ട്, ഞാൻ റെഡിയാണ്.